ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തൊന്നും അരക്കാതെ ഒരു അടിപൊളി അതേ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ. അതിന് ഒരു തക്കാളി, ഒരു ഉള്ളി, കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്ക്, പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലിയും, പിന്നെ ഒരു കപ്പ് കടല ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റ്. അത് ഓക്കെ, എല്ലാം കൂടി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ, 4 ഗ്രീൻ ചില്ലിയാണ് എടുത്തത്, പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചറും, പിന്നെ ഒരു 4 അല്ലി ഗാർലിക്കും സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 2 ടീസ്പൂൺ ഉപ്പും, പിന്നെ ഒരു 2 കപ്പ് വെള്ളം കൂടി. വെള്ളം ഇതിൻ്റെ മേലെ നിൽക്കണം, കാരണം കടല വേവാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 4-5 വിസിലിന് കുക്ക് ചെയ്തെടുക്കുക. കടലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഓക്കെ, അപ്പോൾ കടല ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ലോണം അത് വെന്തിരിക്കണം, എന്നാലാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ കടല വേറെയും വെള്ളം വേറെയായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം യുഎയിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ ഒരു പെട്ടി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്, ഒരു ബോക്സിൽ കിട്ടുന്ന തേങ്ങ ഫുൾ. ഓക്കെ, ഇനി ഇതിലേക്ക് 3.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് അരക്കാൻ വേണ്ട ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 കയ്യിൽ കടല ഞാൻ എടുത്തിട്ടുണ്ട്, 2 കയ്യിൽ മാത്രം മതിയാകും കേട്ടോ. എന്നിട്ട് അതും കൂടി നല്ലോണം വെച്ചിട്ട് അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കടലയൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി കടലയെല്ലാം ഉടക്കണ്ട, കുറച്ച് കടല മാത്രം ഒന്ന് ഉടച്ചു കിട്ടുക. അപ്പോൾ ഒരു തിക്നെസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരപ്പിൽ കടല ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടേണ്ടിയിട്ട്, അപ്പോൾ നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കടല ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് അരപ്പും ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് 1-2 തണ്ട് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇത് തിള വരണം. ഓക്കെ, കൂടുതലങ്ങ് തിളപ്പിക്കണ്ട, അപ്പം കുറച്ച് തേങ്ങയൊക്കെ പിരിഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് കൂടുതൽ തിളപ്പിക്കണ്ട, ഒരു ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ വറുത്തരച്ചിട്ട് വെക്കേണ്ട ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര മടിയാവുമല്ലേ. പക്ഷേ ഇതിന് അതിൻ്റെ ഒരു ആവശ്യവുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതേ ടേസ്റ്റ്, ഒരു ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് ഈ കറിയിൽ തോന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഇനി കടുക് വറുത്തിടാം. അതിന് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിലേക്ക് 1 ടീസ്പൂൺ കടുവും, വറ്റൽമുളകും, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് എണ്ണയിലേക്ക് മൂപ്പിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി കടലക്കറി. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നൗ കുക്ക് വിത്ത് ലവ്. ബൈ.